ഹായ് എവ്രി വൺ, ഇന്ന് ഞാനൊരു ഇവൻ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എ യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇനാഗുറേഷനാണ്. ഇത് റാന്നിയിലുള്ള ഒരു ബാങ്കാണ്. ഏത് ബാങ്കാണെന്ന് ഞാൻ പറയാം. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇനാഗുറേഷൻ സെറിമണി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഇവൻറ്റ് നടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു 1:30-ക്കാണ്. പക്ഷേ ഇപ്പോൾ ടൈം ഒരു 12 o'clock ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഇവൻ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് തിരുവല്ല കുമ്പനാട് ബേസ്ഡ് ആയിട്ടുള്ള ഹെവൻസ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പുറത്തെ ഡെക്കറേഷൻസ് ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്ത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ബാങ്കിൽ മറ്റ് സ്റ്റാഫ്സാണ് എനിക്ക് ഇന്നത്തെ നമ്മുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം തരുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു അജണ്ട തരുന്നത്. അപ്പോൾ അവർ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ തിരക്കിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പബ്ലിക് സെക്ടർ ബാങ്കാണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ അനാവരണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പുഷ്പാർച്ചനകൾ ചെയ്തിട്ടാണ് ഇന്നത്തെ യോഗ നടപടികൾ ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മൾ റാന്നി DYSP സാറിനെയും അതേപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെന്നൈ സെൻട്രൽ അതേപോലെ ട്രിവാൻഡ്രം സെൻട്രൽ മാനേജേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇന്നത്തെ മുഖ്യ അതിഥികളായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസിൻ്റെ മെയിൻ ഡെക്കർ വന്നിരിക്കുന്നത്. ഇതൊരു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കളേഴ്സ് ആയിട്ടുള്ള റെഡും ഗോൾഡൻ യെല്ലോ കളറിലെ കോമ്പിനേഷൻ വരുന്ന ബലൂൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മൈക്കൊക്കെ കിട്ടി. എൻ്റെ പ്രധാന ആയുധമാണല്ലോ മൈക്ക് കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൈക്ക് കിട്ടി. ഞാൻ എൻ്റെ വോയിസ് ഒക്കെ ചെക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ അടുത്തുള്ള കുറേ ബിസിനസ് ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും ഈ സംഭവം നടന്നത് ഈ കഴിഞ്ഞ മെയ്യിലാണ്. കുറേ നാളായി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ ഗസ്റ്റൊക്കെ കുറേ പേരെ കയറ്റി. നമ്മുടെ DYSP സാറൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാനുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെന്നൈ സെൻട്രൽ ട്രിവാൻഡ്രം സെൻട്രൽ മാനേജേഴ്സ് ആണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. അപ്പം നമ്മുടെ DYSP ബിനു സാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിളിച്ചിരുന്നത് പത്തനംതിട്ട SP സാറിനെയാണ്. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യ കാര്യം കാരണം വരാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ മറ്റ് ഗസ്റ്റേഴ്സൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 1:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെന്നൈ സെൻട്രൽ അതേപോലെ ട്രിവാൻഡ്രം സെൻട്രൽ മാനേജേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഗസ്റ്റിനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് 2 ഇനാഗുറേഷൻ നടക്കാനുണ്ട്. പുറത്ത് ATMൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്രാഞ്ചിൻ്റെ റിബൺ കട്ടിംഗ് സെറിമണി നടന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ ആദ്യം നമ്മുടെ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം റിബൺ കട്ട് ചെയ്യും. അതിനുശേഷം ATMന്റെ ഉദ്ഘാടനമാണ്. സോ ആദ്യം തന്നെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മുഖ്യ അതിഥി റാന്നി DYSP ബിനു സാറിനെയും ഒപ്പം നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ചെന്നൈ സോണൽ മാനേജർ ഭുവനേശ്വരി മാഡത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം. നമ്മളിവിടെ റിബൺ കട്ട്
ചെയ്ത് ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്തതായിട്ട് നമ്മുടെ ATM-ന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ATM-ന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പഞ്ചാബ് നാഷണൽ ബാങ്ക് ട്രിവാൻഡ്രം സർക്കിൾ ഹെഡ് നിത്യ കല്യാണി മാഡത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എൻ്റെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് സാറയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ചെറുപറാവുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ നടക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള ലാലാ ലജ്പത് റായുടെ ഫോട്ടോയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങാണ്. അത് കഴിഞ്ഞ് ഇവിടെ പ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രയറിന് വേണ്ടിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രയറിന് ശേഷമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. ഇനാഗുറേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഓരോ വ്യക്തികളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വൈൻഡപ്പ് മീറ്റിംഗ്, അത്രയും ഉള്ളൂ ഇന്നത്തെ പ്രോഗ്രാം. പുതിയ മാനേജറാണ്. ഞാനിവിടെ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതിന് വേണ്ടിയിട്ടാണ്. PNB ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഏറ്റവും വലിയ ബാങ്കിൽ ഒന്നാണ്. 30 വർഷമായിട്ട് ഇത് ആരംഭിച്ചിട്ട് 130 വർഷമായി ആരംഭിച്ചിട്ട്. പക്ഷേ റാന്നിയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ബ്രാഞ്ച് തുടങ്ങുന്നത്. അതിന് എന്നെ അവസരം നൽകിയതിൽ ഞാൻ എൻ്റെ മേലധികാരി സർക്കിൾ ഹെഡ് കല്യാണി മാഡത്തിന് വേണ്ടി പറയുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ റാന്നി ബ്രാഞ്ചിൻ്റെ മാനേജറാണ് അദ്ദേഹം. അപ്പോൾ റാന്നിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ NRIs താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് പത്തനംതിട്ട. അവിടെ തിരുവല്ല, മല്ലപ്പള്ളി, കോഴഞ്ചേരി, റാന്നി, ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോഴാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നത് തന്നെ. ട്രിവാൻഡ്രം പ്രസിഡന്റ് ജിനു സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ PNB എംപ്ലോയി അസോസിയേഷൻ ട്രിവാൻഡ്രം സർക്കിൾ സെക്രട്ടറി കൃഷ്ണകുമാർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ലാൻഡ് ലോർഡ് അനീഷ് സാറിൻ്റെ അച്ഛൻ തോമസ് സാറിനെ, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നാട്ടുകാരും നമസ്കാരം എല്ലാവർക്കും. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. I welcome all of you to I take this occasion to thank my zonal manager Bhuvneshwari Venkatraman ma'am for having come all the way from Chennai to inaugurate this branch. And ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും റിച്ച് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലും ഒരുപാട് റിച്ച് ആയിട്ടുള്ള ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവർ വളരെ കുറവാണ് അല്ലേ നമ്പർ. ബാക്കി ആൾക്കാരെല്ലാം പാവപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പോപ്പുലേഷൻ ഇവിടെയാണെന്ന് പറയുന്നത്. ഇവിടെ പാവപ്പെട്ട ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ ഗസ്റ്റ്സ് ഓരോരുത്തരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുക എന്നുള്ളതാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ബാങ്ക്, ജ്വല്ലറീസ്, അതേപോലെ മറ്റ് ഷോപ്സിൻ്റെയൊക്കെ ഇനാഗുറേഷൻ ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് ചെയ്തത് 2023 അതുപോലെ ഈ 24 ഈ 2 വർഷങ്ങളിലാണ്. ബാക്കി സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ 2 വർഷങ്ങളിൽ ഒരുപാട് ഞാൻ ചെയ്തായിരുന്നു. താമസിക്കുന്ന സ്ഥലങ്ങളൊന്നാണ് റാന്നി. അവിടെ ഈ ബാങ്ക് വളർന്ന് വലുതായി റാന്നിയിലെ ഏറ്റവും വലിയ ബാങ്കായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭാര്യകൾക്കും പിന്നെ അറിയിക്കുന്നതിന് വേണ്ടി പഞ്ചാബ് നാഷണൽ ബാങ്ക് ചെന്നൈ സോണൽ മാനേജർ ഭുവനേശ്വരി മാഡത്തെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. DYSP Mr. Pinu for having found out time for this inaugural function and being we are the second largest bank. So as the anchor was saying, in fact we can claim to be the only Swadeshi bank, which was it is really very heartening that അടുപ്പിച്ചടുപ്പിച്ചുള്ള വർക്ക്സ് ആയിരുന്നു ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാമല്ലോ, നമ്മളൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഫോർമൽ ഇവൻറ്റ്സിനൊന്നും വലിയ പ്രശ്നം വരില്ല. പക്ഷേ വെഡ്ഡിങ്, അതേപോലെ എൻഗേജ്മെൻറ്റ് പോലുള്ള പാർട്ടീസൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ ഭയങ്കര സ്ട്രെയിൻ എടുത്തായിരിക്കും സംസാരിക്കുന്നത്. അതേപോലെ എല്ലാവരെയും നമ്മൾ ചെയറപ്പ് ചെയ്യണ്ടേ, അപ്പോൾ നമ്മുടെ സൗണ്ടിനൊക്കെ നല്ല പ്രശ്നം വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് സൗണ്ടിനൊരു റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. Zonal Manager Bhuvaneshwari Madam, Circle Head Nitya Kalyani Madam, and our beloved customers. ഇന്ന് റാന്നിയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് വൺ ഓഫ് ദ ലീഡിംഗ് ബാങ്ക് ഇൻ ഇന്ത്യ. ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ആഴ്ചയിലെ ഗോൾഡ് റേറ്റ് എന്ന് ഓൾമോസ്റ്റ് 6,000. ഞാൻ സർക്കിളുടെ നിത്യകല്യാണി മാഡം, ഇന്നത്തെ മുഖ്യാതിഥി ഇവിടുത്തെ DYSP ശ്രീ ബിനു സാറ്, ഞങ്ങളുടെ സോണൽ മാനേജർ ശ്രീമതി ഭുവനേശ്വരി മാഡം, എൻ്റെ സുഹൃത്തും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഫീസേഴ്സ് ഇനാഗുറേഷൻ സെറമണിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് റാന്നി ബ്രാഞ്ച് ഡെപ്യൂട്ടി മാനേജർ മനോജ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ എല്ലാവർക്കും, ബിനു സാറ്, നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ ബിനു സാറ്, DYSP, പിന്നെ സോണൽ മാനേജർ ഭുവനേശ്വരി മാഡം, എല്ലാ നന്ദി രേഖപ്പെടുന്നു മാഡത്തിന്. പിന്നെ നമ്മുടെ സോണൽ മാനേജർ സർക്കിൾ ഹെഡ് നിത്യകല്യാണി മാഡത്തിന് നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ ഓഫീസ് യൂണിയനെ പ്രതികരിച്ചെത്തിയ ബിനു സാറ്, ഓഫീസ് യൂണിയൻ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ കൃഷ്ണകുമാർ സാറ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവൻറ്റ് ഓൾമോസ്റ്റ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനാഗുറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് അവിടെ കുറച്ച് ഗസ്റ്റിൽ നിന്നും, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്നും സംസാരിക്കാൻ ആരെങ്കിലും വിളിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ 1-2 പേര് വന്ന് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇവൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. പറ്റി അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സേവനങ്ങളെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ അവസരത്തിൽ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അവസരം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ മുന്നോട്ട് വന്ന് സംസാരിക്കാവുന്നതാണ്. കൂടി എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയിപ്പം ഗസ്റ്റ്സ് എല്ലാം തിരിച്ചു പോകുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമുക്കവർ കുറച്ച് ഡ്രിങ്ക്സും അതേപോലെ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. മാത്രമല്ല നമുക്കിനി തിരിച്ചു പോകണം. അപ്പം തിരിച്ചു പോകുന്ന ടൈമിന് നമുക്കൊരു 30 മിനിറ്റ്സും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ
ഞാനും എൻ്റെ ഫ്രണ്ട് സാറയും കൂടി അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വല്ലപ്പോഴും മാത്രമാണല്ലോ നമ്മളിങ്ങനെ കാണുന്നത്. പിന്നെ മാത്രമല്ല സാറ ഇനി ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളധികം മീറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഹെവൻസ് ഇവൻ്റ് ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതായത് തിരുവല്ല ബേസ്ഡ് ആണ്, തിരുവല്ല കുമ്പനാട് ബേസ്ഡ് ആണ് അവർ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30-2:35 ആ ഒരു ടൈമാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 10:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇത് റാന്നിയാണല്ലോ സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇവൻ്റൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇച്ചിരി ഫോർമലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വെഡ്ഡിങ് ഇവൻറ്റ്സ് ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് കുറേ വെഡ്ഡിങ് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുപ്പിച്ച് വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സൗണ്ടിൻ്റെ വോയിസിൻ്റെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റണം. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഇന്നത്തെ ഇവൻ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി റാന്നിയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.